ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ Amaluz. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനാണ് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ മോഡലിന് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാമേ. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ രണ്ട് പീസുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് താഴ്വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മടക്കിയ വശത്തുനിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. 1.5 ഇഞ്ച് നമ്മുടെ 1.5 ഇഞ്ചല്ല, നമ്മുടെ സെൻറ്റിമീറ്ററാണ്. സ്കെയിലിൽ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് രണ്ട് വശത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ജസ്റ്റ് കാണിക്കുന്ന പോലെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് സൈഡുകൾ നമ്മൾ കട്ട് ചെയ്തതിനനുസരിച്ച് രണ്ട് സൈഡുകൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യാവുള്ളൂ, പുറകിൽ കട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതേപോലെ നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വരച്ചതനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലത്തെ ഈ പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നക്ഷത്രത്തിൽ സാധാരണ കാണാറുണ്ടല്ലോ കുറച്ച് ഹോൾസ്. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് ചെറുതായിട്ടാണ് ചെയ്യണത്. വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതിന് ആ ഒരു സൈസിനനുസരിച്ച് നമുക്കിതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഒറിജിനൽ ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 5 എണ്ണം ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതെല്ലാം തമ്മിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സൈഡിലേക്ക് നിൽക്കുന്ന ചെറിയ രണ്ട് പീസസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ഗ്ലൂ ഉള്ളിലാക്കി കൊടുത്തതിന് ശേഷം അതങ്ങ് മടക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിലേക്ക് ഗ്ലൂ ആക്കിയതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ മതി. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നോക്കിയിട്ട് അതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 5 പീസസും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇതിൻ്റെ വള്ളിയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ത്രെഡ് കൂടി ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വള്ളി കെട്ടി കൊടുക്കുമ്പോൾ ഇത് പേപ്പറിൽ നിന്ന് ഇത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഉള്ളിൽ ഒരു ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതേവഴി നമ്മൾ സൂചി കൊണ്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നൂല് വേഗം വിട്ട് പോരത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയേക്കണത്. നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റാറാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു 3D ലുക്ക് ഔട്ട്ലുക്ക് കിട്ടുന്ന വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ റെക്റ്റാങ്കിളായിട്ടൊരു പീസ് എടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒന്ന് കോണോട് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ മടക്കുന്നതിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1-2 തവണ നോക്കി കഴിയുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇനി ഈ കാണുന്ന മടക്കിൻ്റെ ഈ ഒരു മടക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് താഴേക്ക് ചെരിച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കണം. അപ്പം നിവർത്തിയെടുക്കുമ്പോൾ നമുക്കൊരു 3D ലുക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ഓരോ കോണുകളും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രണ്ടിലേക്ക്, അതായത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നല്ല 3D ലുക്കിൽ നല്ല ഭംഗിയായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സ്റ്റാറുകൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെയാണ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ വേറെ ക്രിസ്മസ് ക്രാഫ്റ്റ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കയറി കാണണം കേട്ടോ. ചാനലിലും ലിങ്ക് ഉണ്ടാവും. അതുപോലെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.